പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഒരു കൃപകൾക്കായി സ്തോത്രം. അത്യുന്നതനായ ആദ്യനും അന്ത്യനും സർവശക്തിയുള്ള ദൈവമായ കർത്താവായ നീ, സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തും ചെയ്യുവാൻ അധികാരമുള്ളവനായ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ, ധന്യനായ ഏകാധിപതിയായി ഞങ്ങളിൽ വാഴുകയായി സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കി. നിന്റെ നാമമാണ് ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രായശ്ചിത്തമാണ് കർത്താവ് ഞങ്ങളുടെ ഏക മെറിറ്റ്. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെടുത്ത ആ നീതി നിന്നെ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി കണക്കിടുന്നല്ലോ. അതിൻ്റെ മഹത്വത്തിനൊത്ത വേണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ, ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരെയും യൂട്യൂബിൽ കേൾക്കുന്നവരെയും നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തിരുവഴുത്തുള്ള ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. നിന്റെ ഗീതത്തെ നിന്റെ വഴികളെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. കേൾക്കുന്നവരുടെ ചെവികളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പരിച്ഛേദന ചെയ്യുകയാണ് കർത്താവ്. ഏകാഗ്ര ഹൃദയത്തോടെ ആത്മ കൃപ കൊടുത്താട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായവൻ ശക്തിയോടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിനാ ജനത്തെ ഒരുക്കിയാട്ടെ. അതിനാവശ്യമായ കൃപ നൽകിയാട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ മാസം 11-ാം തീയതി ഇസക്കിയേൽ 38 ആൻഡ് ദ വേൾഡ് ടുഡേ എന്നൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഏകദേശം ഇപ്പോൾ ഒരു 10-35 എപ്പിസോഡുകളായി ഈ ഒരു വിഷയത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാസ്പദമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെയും ഒന്നാമത്തെ എപ്പിസോഡ് കൂടെ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണണം, അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ഞാനിതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ലിങ്ക് ചെയ്താൽ ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങിയുള്ള മിക്കവാറും എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് ചിന്തിക്കുന്നത് വേൾഡ് പൊളിറ്റിക്സ്, വേൾഡ് എക്കണോമി, അതേപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, ഇതെല്ലാം കർത്താവ് പറഞ്ഞ അടയാളങ്ങളായിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് ഒരു ചിന്താഗതിയുണ്ട്, എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി, എവിടെയെങ്കിലും ഒരു ഭൂകമ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊക്കം, ഒരു സുനാമി വന്ന പെന്തിക്കോസിലെ പാസ്റ്റർമാർക്ക് ഇതിനെ പ്രസംഗിക്കാനുള്ളതെന്ന്. ഞങ്ങൾക്കിത് ഉത്തരവാദിത്വം വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം. ഇത് കർത്താവ് ഞങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നല്ലൊരു ഡിസ്പെൻസറായിട്ട് സമയാസമയത്തിന് യോഗ്യമായ വിധത്തിൽ നമ്മൾ വെള്ളം, ഈ ഡിസ്പെൻസറിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ അല്ലേ, കലർപ്പൊന്നുമില്ലാതെ കുടിച്ചാൽ ചത്തുപോകാതെ, രോഗം വരാതെ, ചീർത്തു പോകാതെയും, ചില ഡ്രിങ്ക്സൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചീർത്തു പോകല്ലേ, നല്ല കളർ മാറ്റമുള്ള നല്ല റമ്മോ ബിസ്ക്കൊക്കെ കുടിച്ച് എന്താ ചെയ്യുന്നത്, ചീർത്തു പോകും, സുബോധം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയൊന്നുമല്ലാതെ സുബോധത്തോടു കൂടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ജനത്തെ ഒരുക്കുവാനാണ്, ഭയപ്പെടുത്തുവാനല്ല, ഭീതിപ്പെടുത്തുവാനല്ല. പ്രിപ്പയർ. എങ്ങനെ പ്രിപ്പയർ ആവുന്നത്? ക്രിസ്തുവിൽ വളർന്നുകൊണ്ട്. അതിന് മാത്രമാണ് കുറച്ച് വില കൊടുക്കേണ്ടി വരുന്നത്. അല്ലാതെ വിശ്വസിക്കാൻ പറ്റിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിക്കോസ് സഭകളിലൊന്നെയും ഇപ്പോൾ അടുത്തന്നെ വലിയ ദുഃഖത്തോടെ ഗുഡ് ഫ്രൈഡേ ആഘോഷിച്ചു. അതിനുശേഷം ഏറ്റവും ആഘോഷത്തോടു കൂടെ ഈസ്റ്റർ ആഘോഷിച്ചു. ഏറ്റവും കൂടുതൽ കള്ള് ചിലവ് ചെയ്യുന്ന ചാലക്കുടിക്ക് അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ മഹിമയൊക്കെയും. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് അതല്ല. വളരെ ഷോർട്ട് ടൈമിൽ തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായി ചിത്രീകരിച്ചതാണ് ഈ എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറയുന്ന ഈ വ്യക്തികൾ. അന്നത്തെ ലാംഗ്വേജ് എടുക്കാതെ ഞാൻ ഇന്നായിരിക്കുന്ന ആ കൺട്രികളുടെ ലാംഗ്വേജ് എടുക്കുകയാണ്. അതായത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് റഷ്യ, അതുപോലെ തന്നെ പേർഷ്യ എന്ന് പറയുന്നത് ഇറാന്, ടൊർമഗ എന്ന് പറയുന്നത് തോമർഗ എന്ന് പറയുന്നത് ടർക്കി, അർമേനിയ ഏരിയകൾ, ഈസ്റ്റ് യൂറോപ്പ്, ഗോമർ എന്ന് പറയുന്നത് ഈസ്റ്റ് യൂറോപ്പ്, അതുപോലെ തന്നെ പുത്ത് എന്ന് പറയുന്നത് ലിബിയ, അതുപോലെ കൂഷ് എന്ന് പറയുന്നത് ആഫ്രിക്ക, എത്യോപ്യ. സ്തോത്രം. നിങ്ങൾക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ
ഈ ജനറേഷൻ്റെ കാര്യങ്ങൾ എന്ന് അറിയാൻ സാധിക്കും. അതായത് നോഹയുടെ പ്രളയത്തിനു ശേഷം നോഹയുടെ 3 മക്കളായിരിക്കുന്ന ജാഫെത്ത്, ഹാമ്, ഷേമാണ് ഇളയതെങ്കിലും ബൈബിൾ ജീനിയോളജിയിൽ പറയുമ്പോൾ ഷേമിൻ്റെ പേര് ആദ്യം എഴുതിയിരിക്കും. കാരണം ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെട്ടവരുടെ പേരുകളാണ് ആദ്യം എഴുതുന്നത്. അതങ്ങനെയാണ്. സ്തോത്രം. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അതിനകത്തുനിന്നായിരുന്നു ഇന്ന് ഭൂമി കാണുന്ന സകല മാനവ തലമുറകളും എല്ലാ സിവിലൈസേഷനും ഉണ്ടായിട്ടുള്ളത്. ആരെന്നാണ്? നോഹയുടെ 3 സന്തതികൾ. അതിൽ യാഫെത്തിൻ്റെയും ഹാമിൻ്റെയും തലമുറയാണ് ഇന്ന് ഈ പറയുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ സ്പ്രെഡായി കിടക്കുന്നത്. എക്സെപ്റ്റ് ഇസ്രായേൽ വന്നിരിക്കുന്നത് ഷേമിൻ്റെ തലമുറയിൽ നിന്നും അബ്രാഹമിൽ നിന്നും ഇസ്ഹാക്ക് യാക്കോബിൽ നിന്നാണ് ഈ ഇസ്രായേൽ വന്നിട്ടുള്ളത്. ബൈബിള് വായിക്കുന്നവർക്കും ഹിസ്റ്ററി വായിക്കുന്നവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാനിത് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബാക്കപ്പായിട്ടാണ് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നിന്ന് ഹാമിൻ്റെ തലമുറയെക്കുറിച്ചുള്ള ദ സൺസ് ഓഫ് ഹാം, കൂഷ്, അതായത് ദെൻ ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം, പൂത്ത്, കാനാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പ്രെഡായിട്ടുള്ളത് ഇവരുടെ ഗോത്രങ്ങളുടെ പേരാണ് ഈ ഗോഗ്, മാഗോഗ്, അല്ലെങ്കിൽ പേർഷ്യ, തോർഖാമ, അതൊക്കെ അന്നുണ്ടായിരുന്ന ഗോത്രങ്ങളുടെ പേരുകളാണ്. ഇന്നും അറബ് കൺട്രീസിൽ ഗോത്രങ്ങൾ തമ്മിലുള്ള ഡിഫറൻസുകളുണ്ട്. എല്ലായിടത്തുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ താമസിച്ചിട്ടുള്ളവർക്കും അവിടെ അറബ് കൾച്ചറുമായിട്ട് എന്തെങ്കിലും പരിചയമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും 10, 20, 30 ഡിവിഷൻസ്, ഗോത്രങ്ങളുടെ ഡിവിഷൻസ് ഇപ്പോഴുമുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ സബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകാനാണ്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ എന്നും ഈ വാർ അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് പീസ് ഇല്ലാതിരിക്കുന്നുണ്ട്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? ദൈവം തന്നെ കൃപ നൽകിക്കൊണ്ട് ഈ മാനവജാത നോഹയുടെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ജലപ്രളയത്താൽ നീക്കിക്കളഞ്ഞുകൊണ്ട് ഉൽപ്പത്തി 3:15 വാഗ്ദത്തം ചെയ്ത പ്രകാരം ഒരു സ്ത്രീയുടെ സന്തതിയെ ഒരു വിശുദ്ധ സന്തതിയായിട്ട് കൊണ്ടുവരത്തക്കവണ്ണം, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ തന്നെ അല്ലെങ്കിൽ 11-ാം അധ്യായത്തിൽ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്വത്തിനെതിരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് ഒരു മാനുഷിക ഭരണകൂടമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു വ്യാജ മതത്തിൽ കൂടെ മാനവജാതിയെ എല്ലാം തന്നെ രഹസ്യമായിട്ട് അടക്കി വാഴുക. ദൈവത്തിനെതിരായിട്ട് ഒരു ഭരണകൂടം, മതത്തിൽ കൂടെ ഒരു ഭരണകൂടം സ്ഥാപിച്ചെടുത്ത് മാനവജാതി മുഴുവനും രഹസ്യമായിട്ട് വാഴുക എന്നുള്ളതാണ് ഇതിൻ്റെ പദ്ധതിയായിരുന്നത്. ഇത് ഞാൻ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂശിൻ്റെ ഭാര്യയായിരുന്ന സെമീറാമസിൽ കൂടിയാണ് വ്യാപരിച്ചത്. അവൾ കൂശിൻ്റെ മരണശേഷം സ്വന്തം മകനായ നിമ്രോദിൽ തന്നെ വിവാഹം കഴിച്ചു. അവന് ഷേമിൻ്റെ തലമുറ ജീവിച്ചിരുന്ന കാലത്ത് ഷേമിൻ്റെ തലമുറ അവൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മ്ലേച്ഛത മനസ്സിലാക്കിയിട്ട് ഈ നിമ്രോദിനെ വെട്ടി കഷ്ണങ്ങളാക്കി കൊന്നുകളഞ്ഞുവെന്നും അത് വിവിധ ദേശങ്ങളിലേക്ക് കൊടുത്തയച്ചുവെന്നും, എന്നാൽ സ്ത്രീ തൻ്റെ മോശമായ പ്രവൃത്തി, ഇമ്മോറൽ പ്രവൃത്തികൾ വിട്ടുതിരിയാതെ അത് നിമ്രോദിൻ്റെ ദൈവമായിട്ടാണ്, സൂര്യദേവനായിട്ടാണ് കണക്കിട്ടിരുന്നത്. അത് ദൈവം അവൾ വീണ്ടും അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇല്ലീഗലായിട്ട് പ്രഗ്നൻ്റായി. അതിൽ നിന്നുണ്ടായ സന്തതിയാണ് പറയുന്നത് തമൂസ്. ഏകദേശം 72 പേരുകളുണ്ട്. നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ വായിക്കുന്നത് ഉണ്ട്. അപ്പോൾ ദൈവം, നിമ്രോദായിരിക്കുന്ന ദൈവം അമ്മയിൽ പുത്രൻ തമൂസ്, അങ്ങനെ ഒരു ട്രിനിറ്റി ഉണ്ടാക്കി. ഈ ട്രിനിറ്റികൾ പല പല റിലീജിയനുകളിലും, ക്രിസ്ത്യൻഡത്തിൽ തന്നെ എപ്പിസ്കോപ്പി സഭകളിൽ പിതാവ്, അമ്മ, പുത്രൻ, യോസഫിൻ്റെയും മറിയയുടെയും ഒരു ഉണ്ണിയേശുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച ഇതിൻ്റെയൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ശിവൻ പാർവതി അതിൽ നിന്നൊരു മകന്, ഇങ്ങനെ പല പല റിലീജിയനും ഇതിൻ്റെയൊക്കെ ബേസ് കിടക്കുന്നത് പുറകോട്ട് ചരിത്രം പഠിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ഇത് കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതാണ് ഹിസ്റ്ററി. ഓക്കെ, ഇനി ഞാനിതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് എസെക്കിയേൽ 38 പ്രവചനത്തിനനുസരിച്ച് കൊണ്ട് ഇന്നത്തെ വേൾഡ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്നത്തെ വേൾഡ് അല്ലെങ്കിൽ എക്കണോമി ഇതെല്ലാം എങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ അതിൻ്റെ വാക്യങ്ങളൊക്കെ ഇപ്പം എല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുറേ സമയം കുറയ്ക്കാൻ വേണ്ടി. അതായത് 38-ാം അധ്യായത്തിൽ ദൈവം തന്നെ പറയുകയാണ് ഗോഗിനോട്, നിന്നെ ഞാൻ മൂക്കിൽ
ചൂണ്ടലിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ദേശത്തിനെതിരെ ഇസ്രായേലിന് നേരെ കൊണ്ടുവരുത്തും. അപ്പോൾ പറയുന്നത് മതിലുകളില്ലാതെ സ്വൈര്യമായിട്ട് വസിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ ഗോഗ് ഈ വലതുവശത്ത് കാണുന്ന മാപ്പിൽ കാണിക്കുന്ന ഈ രാജ്യങ്ങളൊക്കെയുമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്. ഇത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ബോറടിക്കും. എന്നാലും ഈ പുതിയതായിട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്കൊരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങി ആരംഭിച്ച ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കോalitionനും ഇറാനുമായിട്ടുള്ള വാറിൻ്റെതായിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും പല പല മീഡിയയിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതിനകത്തൊരു 90% വ്യാജ വർത്തമാനങ്ങളാണ്. വ്യാജം പറയുന്നത് ആരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8-44 പിശാച് കള്ളനും കള്ളത്തിൻ്റെ പിതാവുമാകുന്നു. നിങ്ങൾക്ക് ഇത്തരം മീഡിയകൾ CNN, BBC ഇങ്ങനെ കുറേ മീഡിയകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവർ ഡിസെപ്ഷൻ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഡിസെപ്ഷൻ ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇസെക്കിയേൽ 38 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ കോalition, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്നത് കൂട്ടായ്മ അല്ലെങ്കിൽ ഒരുമന ഇസ്രായേലിന് നേരെ രൂപാന്തരപ്പെട്ടു വരുന്നുണ്ടോ എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന മാപ്പ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെയും ഇറാനോട് ചേർന്ന് ഇസ്രായേലിനും US-നും എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ്. ശരിക്കും മനസ്സിലാക്കണം, ഇറാന്, അതിനടുത്ത് കിടക്കുന്ന ഇറാഖ്, സിറിയയുടെ ഭാഗം, ഇവിടെ യമനിൻ്റെ ദേശത്തുനിന്ന് ഹുത്തികൾ പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗം, അതാണ് ഗ്രീൻ കളർ. മുഴുവനായിട്ട് യമനല്ല, യമൻ്റെ ഭാഗത്തുനിന്നും ഹുത്തികൾ പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗം. അതേപോലെ തന്നെ ലെബനോനിൽ ഹെസ്ബോള പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു ഭാഗത്ത് ഗാസയിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗം, ഇതൊക്കെയും തന്നെ ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇറാന് ടെക്നോളജിക്കലായിട്ട്, അതായത് സാറ്റലൈറ്റ് ഇൻഫർമേഷൻസ്, അതുപോലെ ഇൻ്റലിജൻസ് കൈമാറുന്നത് റഷ്യയാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഇറാന് ഇത്രമാത്രം. കാരണം ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളും പ്രിസൈസ്ഡായിരിക്കുന്ന മിസൈൽ ആക്രമണങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള കപ്പാസിറ്റി, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ല. അപ്പോൾ ചൈനയുടെയും കൂടുതലായിട്ട് റഷ്യയുടെ ഇൻ്റലിജൻസ് വർക്ക്, അതുപോലുള്ള കാര്യങ്ങൾ, ഡ്രോൺസ് സപ്ലൈ, ഇതൊക്കെയും വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ വാർ ന്യൂസുകളൊക്കെ വായിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേ സമയത്ത് മറ്റു ബ്രൗൺ കളറിൽ കാണുന്ന ഒരു മാപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനൊരു വാക്യം വായിക്കാം. അതായത് എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 38 അധ്യായത്തിൻ്റെ 13 വാക്യം മലയാളത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നതും ഷേബയും ദേദാനും തർശീഷ് വാതകന്മാരും. ഷേബ എന്ന് പറയുന്നത് സ്തോത്രം സൗദി അറേബ്യയോട് ചേർന്നിട്ടുള്ള രാജ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഗോഗിനോട് പറയാണ്, ബാലസിംഹങ്ങളും നിന്നോട്, അതായത് ഷെബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും. ഇംഗ്ലീഷിൽ പറയാണ് ഷെബ ആൻഡ് ദേദാൻ ആൻഡ് ദി മെർച്ചൻസ് ഓഫ് തർശീഷ് which all their line like curves or satellite areas. അതാണ് ഞാനിവിടെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത്. സൗദി മാത്രമല്ല, സൗദിയോട് ചേർന്ന് വരുന്ന, അതാണ് ലയൺ ലൈക്ക് കബ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ബാലസിംഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിന്നോട് റഷ്യയോട് ചോദിക്കുകയാണ്, നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തു കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കുവാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടി വന്നിരിക്കുന്നത്? ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ലിറ്ററലായിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാകും ഇതെന്താ, ആടിനെ മോഷ്ടിക്കാനും കന്നുകാലികളെ മോഷ്ടിക്കാനും. അവിടെ എവിടെ മരുഭൂമിയിലെ കന്നുകാലികൾ. അന്ന് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അവരുടെ സമ്പത്ത് കന്നുകാലികൾ, ആട്, മാട്, കഴുത, ഒട്ടകങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രവചിക്കുന്ന പ്രവാചകനും അന്നത്തെ റിച്ചസ്നെസ് അല്ലെങ്കിൽ മെറ്റീരിയൽ കാര്യങ്ങളായിരുന്നത് ഇതായിരുന്നു. ഇന്നത് മാറിയിട്ട് നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ അറിയാൻ സാധിക്കും. സ്തോത്രം. ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഈ രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ ഇവിടെ റെഡ് സീയുടെയും അതേപോലെ തന്നെ ഈ ഇവിടെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഈ ഭാഗത്ത് വരുന്ന ഈ ഭാഗങ്ങളുടെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്
വേൾഡിൽ ഏറ്റവും കൂടുതൽ ഓയിലുള്ളത്. ഇറാഖ് ഇവിടുന്ന് ഈ ഈസ്റ്റായിട്ട് കിടക്കുമ്പോൾ കുവൈറ്റ്, ബഹ്റൈന്, ഖത്തർ, UAE, ഒമാൻ അത്ര ദ്വീപിൽ ഇവിടെ UAEയുടെ നല്ല ഭാഗങ്ങളൊക്കെ വളരെ റിച്ച് ഓയിൽ. അതേപോലെ ഈ മറ്റു സൈഡിൽ കിടക്കുന്ന ഇറാന്, ഇവിടെ ഈ സൈഡിൽ വരെയാണ് മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് കിടക്കുന്ന ഇസ്രായേൽ, വളരെയധികം റിച്ചായിരിക്കുന്ന ഓയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സമ്പത്ത് കന്നുകാലികളും ആടും കഴുതയും ഒട്ടകവുമല്ല. ഇന്ന് ക്രൂഡ് ഓയിലിനെ വിളിക്കുന്നത് ബ്ലാക്ക് ഗോൾഡ് എന്നാണ്. ഞാൻ റെവലേഷൻ്റെ ബുക്കിനെ കുറിച്ച് കൊണ്ട് റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് ജോൺ എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. അതിൻ്റെ പേജ് നമ്പർ, ഇംഗ്ലീഷ് ബുക്കാണെങ്കിൽ പേജ് നമ്പർ 278-79 എന്തുകൊണ്ട് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 2021 കാലഘട്ടത്തിലാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. അതിലെ കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷിൽ. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ലി ടു കം അപ്പ് in your mind as to why Russia should attack Israel. Crude oil is also called black oil. അപ്പോൾ ഇന്നത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഏരിയയിലോട്ടുള്ള ക്രൂഡ് ഓയിൽ മാത്രമല്ല, ക്രൂഡ് ഓയിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. LPG, LNG ഇതുപോലെയുള്ളതായിട്ടുള്ള, നിങ്ങൾക്കിപ്പോൾ ന്യൂസ് കേൾക്കുന്നവർക്ക് ഒന്നും വേണ്ട, ഇപ്പോൾ ഗ്യാസിനെ കുറിച്ചുള്ള നമ്മുടെ ലോക്കൽ ഏരിയയിൽ തന്നെ, അതായത് ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പ്രഖ്യാതങ്ങൾ നമ്മുടെ കിച്ചണിൽ വരെയും വന്നു. കഴിഞ്ഞ മാസം വരെയും 860 റുപ്പീസിന് കിട്ടിക്കൊണ്ടിരുന്ന കുക്കിംഗ് ഗ്യാസ്, 14 kg ഡൊമസ്റ്റിക് കുക്കിംഗ് ഗ്യാസ് ഇപ്പോൾ 920 റുപ്പീസായി. മിക്കവാറും രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, മഹാരാഷ്ട്ര ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് വളരെ ക്ഷാമം വന്നിരിക്കുന്ന ആൾക്കാർ ഗ്യാസ് സ്റ്റൗകളിൽ നിന്ന് ഇൻഡക്ഷൻ കുക്കറിലേക്ക് മറ്റും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ മേജർ ഇഷ്യൂ നടന്നിട്ടില്ല, ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ. ഇവിടെ വളരെ തന്ത്രപൂർവമാണ് ഇറാൻ 2 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഹുത്തികളെ കൊണ്ടുവന്നിട്ട് ഈ യമൻ്റെ കോർണറിൽ, ഇവിടെ ഈ നാരോവായിരിക്കുന്ന ഈ വൈറ്റ് കളറിൽ കാണുന്നൊക്കെയും സമുദ്രമാണ്. ഇവിടെ റെഡ് സീയുടെ ഈ കോർണർ നാരോ ലൈനിൽ കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് ബാബ് അൽ മന്ദക്. അതേപോലെ തന്നെ ഇവിടെ UAEയുടെയും ഒമാൻ്റെയും ഇറാൻ്റെയും സൈഡിൽ ഈ കർവിനെ പറയുന്ന പേരാണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊക്കെ കേട്ടിട്ടുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 സ്ഥലങ്ങൾ, അതായത് ഇത്രയും വൈഡായിരിക്കുന്ന ഏരിയയിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ വേൾഡിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ 2 റൂട്ടുകളാണ് ബാബ് അൽ മന്ദബും അതേപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. ഈ 2 രാജ്യങ്ങളിലും ഉപരോധം ഏർപ്പെടുത്തിയാൽ വേൾഡ് പൊളിറ്റിക്സിനെ അവൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാമെന്ന് ധരിച്ചിട്ട് വളരെ നേരത്തെ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനൊക്കെയും അതീതമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ഇത് ബൈബിളിക്കലായിട്ട് എങ്ങനെ വരും, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് റഷ്യ ഇറാനോട് കൂടെ ചേർന്ന്, അതുപോലെ ടർക്കിയും കൂടെ ചേർന്ന് ഉത്തര ദിക്കിൽ നിന്ന് ഇസ്രായേൽ സമാധാനമായിരിക്കുന്ന സമയത്ത് ആക്രമിക്കുന്നു? ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോൾ സമാധാനമില്ല, മതിലുകളില്ലാതെ, അതായത് യാതൊരു പ്രതികൂലമില്ലാതെ സമാധാനത്തോടെ ആയിരിക്കുന്ന സമയം. ഇപ്പോൾ ഗാസയിലായിരുന്നു ഒരു പ്രതികൂലമുണ്ട്, അത് ഏകദേശം അടിച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ഇനി ഹെസ്ബോളയെ കുറിച്ചുകൊണ്ട് ലെബനോന്റെ സൈഡിലെ ഹെസ്ബോളയുടെ രീതികൾ, സൗത്ത് ലെബനോന് ഒട്ടുമുക്കാറും ഗ്രൗണ്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് സമാധാനമായിട്ടില്ല. ഇനി ഇറാൻ സമാധാനമാവോ എന്ന് ചോദിച്ചാൽ ആകെയില്ല. കാരണം ഇറാനും ടർക്കിയും ഈ കോalitionൽ റഷ്യയുമായിട്ട് ചേർന്നിട്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് റഷ്യ ഇറാനെയും ടർക്കിയെയും പിടിച്ചുകൊണ്ട് ഇസ്രായേൽ കൊച്ചു രാജ്യത്തെ ആക്രമിക്കാൻ വരണം എന്നൊരു കാര്യം പറഞ്ഞാൽ, ഇനി ഇപ്പോഴത്തെ ഈ 2 പ്രശ്നങ്ങൾ, ഈ ബാബൽ മന്ദബും അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസും നിരോധനം ഏർപ്പെടുത്തി ഇറാൻ അവിടെ ടാക്സ് പിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഷിപ്പിന് $2 മില്യൺ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ നല്ലൊരു പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത് ഈ സൗദി അറേബ്യയിൽ കൂടെ, അതായത് ഈ ഭാഗങ്ങളിലൊക്കെയുമുള്ള ഓയിലിന് പൈപ്പ് ലൈൻ വഴിക്ക് ഇസ്രായേലിൻ്റെ
പോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവിടെ നിന്ന് സപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ UAE ഒമാനിൽ കൂടെ ഒരു കനാലുണ്ടാക്കി. ഇവിടെ സൂയസ് കനാൽ ഈജിപ്റ്റ് ഉണ്ടാക്കിയതുപോലെ, ഇവിടെ സൂയസ് കനാൽ ഈജിപ്റ്റ് ഉണ്ടാക്കിയതുപോലെ ഇതുവഴി ഒരു കനാൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഷിപ്പുകൾക്ക് കടന്നു പോകാം. അതിനോട് കൂടെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ പ്രാതിനിധ്യം ഇമ്പോർട്ടൻസ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നതാണ്. എങ്ങനെ നടക്കുന്നുള്ളൂ പിന്നെ അറിയാം. നിങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അതിൽ നിന്നിട്ടുള്ള ബൈ പ്രൊഡക്ട്സിൻ്റെ ഒരു റിച്ച് ഏരിയയാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇത് ഒരു കാര്യം ജിയോ പൊളിറ്റിക്സ് എക്കണോമിക് രീതിയിൽ. ഇനി ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല. ഇവിടെയാണ് കള്ളം ഞാൻ നിങ്ങളോട് പച്ചയായിട്ട് പറയാൻ പോകുന്നത്. ഇറാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വാക്താവായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഹെഡ് ഓഫ് ദ എന്താ പറഞ്ഞ ആ റിലീജിയൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്ന് അവരുടെ മുഖ്യമായ ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡിയോളജിയുടെ മുഖ്യം കിടക്കുന്നത് മാനവജാതിയുടെ മുഴുവനും കൊന്നടക്കി ആ മതം സ്ഥാപിക്കുക. ഇത് എവിടുന്ന് ആരംഭിച്ചതാ? ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ കൂടെ ഒരു വ്യാജ മതത്തിൽ കൂടെ മാനവജാതിയെ മുഴുവനും ഭരിച്ച്, ദൈവം ഭരിക്കാതെ മാനവജാതി മുഴുവനും ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇതിനെ പറയുന്ന പേരാണ് മിസ്റ്ററി ബാബിലോൺ. ഇത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഇത് ആരംഭിച്ച ആരിൽ കൂടെയാ? സെമീറ സ്മിസ് എന്ന സ്ത്രീയിൽ കൂടെ അവളിൽ ഒരു വ്യാജ സ്പിരിറ്റ് കടന്നു വന്ന് അവൾക്ക് സൂപ്പർ നാച്ചുറൽ പവറുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ കള്ളം പറഞ്ഞ് കൂട്ടി വരുത്തി അങ്ങനെ ഉണ്ടായ ഒരു മതമാണ് ഈ പറയുന്ന മിസ്റ്ററി ബാബിലോൺ. അത് അവിടുന്ന് വ്യാപരിച്ച് ഓരോ സാമ്രാജ്യങ്ങളും സ്പ്രെഡാവുകയും പിന്നെ താഴുകയും വരികയും പോവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ലോവിൽ അത് റോമിൽ വന്നു. ആ റോമിൽ വെച്ചാണ് സ്തോത്രം ഏകദേശം AD 325 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൂടെ പ്രവർത്തിച്ചു വരുന്നതും അതിനുശേഷം അതിൻ്റെ സന്തതികളൊക്കെയാണ് ഈ കാത്തലിക്സ് എന്ന് പൊട്ടിപ്പുറപ്പെട്ടുള്ള സന്തതികളാണ് ഈ വേൾഡ് റിലീജിയൻസ് എല്ലാം തന്നെ ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു വ്യാജ മതത്തിൽ കൂടെ മാനവജാതി മുഴുവനും ഭരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ, അതാണ് 11-ാം അധ്യായത്തിൽ ടവർ ഉണ്ടാക്കുന്ന കാര്യം, ബാബേൽ ടവർ ഉണ്ടാക്കുന്ന കാര്യം. നാം ചിതറിപ്പോകാതെ നമുക്കൊരു പേരുണ്ടാക്കാൻ വേണ്ടി ടവർ പണിതത്. ഇതൊക്കെ ഞാൻ പല ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ നിന്നും AD 610 ഈ ഒരു ഐഡിയോളജി ഉണ്ടായി വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഞാൻ ദ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബിൽ ചാനൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഐഡിയോളജിയുടെ പുറകിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണെന്ന്. റിലീജിയൻ എന്നൊരു പേര്, പക്ഷെ പേര് നടക്കുന്നത് അബ്ബാസിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റ് ഇതിനകത്ത് താഴെ ഇടാം. അബ്ബാസിയൻസ് മുസ്ലിം സമുദായം കെട്ടിപ്പടുക്കത്തൊക്കെ വേണം. ആ മുസ്ലിം ഒരു റിലീജിയൻ ഉണ്ടാക്കി. കാരണം അന്ന് ഉണ്ടായത് 2 സാമ്രാജ്യങ്ങൾ, ബൈസാന്റിയൻ, അതുപോലെ തന്നെ വളരെ ഉയർന്നതായിരുന്നു ജ്യൂസ്. ഇവർക്കെല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളുണ്ട്, അവർക്ക് പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അബ്ബാസിയൻസ് ജനത്തെ ആകർഷിക്കത്തക്കവണ്ണം അവരൊരു വേദഗ്രന്ഥമുണ്ടാക്കി, ഖുർആൻ, ഒരു പ്രവാചകനെ ഉണ്ടാക്കി, മുഹമ്മദ്. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്നൊക്കെയും തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ ആ ക്ലാസ്സുകളിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടെ തന്നെ എവിഡൻസോട് കൂടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പല മുസ്ലിം സ്നേഹിതന്മാരും അതിൻ്റെ കമൻസിൽ കൂടെ ഒക്കെയും തർക്കങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പല ആർഗ്യുമെൻറ്റുകളായിട്ടും കടന്നു വന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ അവരുടെ ആർഗ്യുമെൻറ്റുകളെല്ലാം തന്നെ തടുത്തുപോയി. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മാനവജാതിയുടെ പാപം ഉളവായി എന്നും ആ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പല വിധത്തിലുള്ള മാർഗങ്ങളും മനുഷ്യർ തങ്ങളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ നോക്കി. മനുഷ്യന് മനസ്സിലായി ഒരു പ്രായശ്ചിത്തത്തിൽ കൂടെയല്ലാതെ ഒരു പാപ പരിഹാരം ഉണ്ടാകില്ലെന്ന്. പലരും പല വിധത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ നടത്തിക്കൊണ്ടു. നോഹയുടെ കാലങ്ങളിൽ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കുരുതിക നടത്തിക്കൊണ്ടിരുന്നു. അന്നുണ്ടായിരുന്ന മോലേക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ദേവന്മാർക്കൊക്കെയും
പ്രായശ്ചിത്തങ്ങൾ മനുഷ്യക്കുരുതികളോ അല്ലെങ്കിൽ മൃഗങ്ങളെ കുരുതി കൊടുത്തുണ്ടെങ്കിൽ പ്രായശ്ചിത്തം നടത്തുന്ന വിഷയങ്ങൾ കൊണ്ട് കടന്നു. പക്ഷെ ഇതിൽ ഒന്നിൽ കൂടെയും പീസ് കിട്ടുന്നില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാനവജാതിയുടെ പാപം ദൈവം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദൈവം ഒരു പ്രായശ്ചിത്തം കൂടാതെ മനുഷ്യൻ്റെ ഉള്ളിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് കടന്നു വന്നിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദാം എന്ന് ഉളവായ എല്ലാ മനുഷ്യരും തന്നെ, അവരെല്ലാവരും തന്നെ ആദാം സിൻ ചെയ്യുന്ന സമയത്ത് ആദാമിൽ ഉണ്ടായിരുന്നു. നമ്മൾ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി ചിന്തിച്ചിട്ടതാണ്. ഭൂലോകത്തെങ്ങും കുടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് മനുഷ്യകുലത്തിലെ മാനവജാതി മുഴുവൻ ഉരുവാക്കി. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് അറിയേണ്ടതിന് അവർക്ക് അതിരുകളും കാലങ്ങളും വെച്ചു. മനുഷ്യരെ തപ്പി നോക്കി കണ്ടെത്തുവാൻ ഇന്റർനെറ്റ് ഉണ്ട്. പലരും തപ്പി നോക്കി മനുഷ്യക്കുരുതി, തവള, പാമ്പ്, മൃഗങ്ങള് ഇതൊക്കെയും പോയി. പക്ഷെ അതിലൊന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ദൈവത്തിന് അവസരം കൊടുത്തു. കാരണം ദൈവത്തിന് പാപം ക്ഷമിപ്പാൻ സാധ്യമല്ല. ഇത് കേൾക്കുമ്പോൾ ക്രിസ്തീയ കോളത്തിലുള്ളവർ പോലും എന്നോട് വെതിർക്കും. ദൈവം ഒരു പ്രായശ്ചിത്തം കൂടാതെ പാപം ക്ഷമിച്ചാൽ അവന്റെ രാജ്യം നിലനിൽക്കുകയില്ല. കാരണം ദൈവം ക്ഷമിക്കുമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ മാനവകുലത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ട് പാപം ചെയ്യാൻ മടിക്കുകയില്ല. അതല്ലേ ഇന്നും കാണുന്നത് തന്നെയാണ്. സ്വന്തം സ്വരൂപത്തിലെ സാദൃശ്യത്തിൽ തന്നെ പോലെയുള്ള ഒരു മനുഷ്യനെ കൊല്ലുവാൻ, അതൊരു മതത്തിന്റെ വികാരത്തിന് വേണ്ടി കൊല്ലുവാൻ യാതൊരു ഭയവുമില്ല. അത് ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൃഷ്ടിതാവായ ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച്, കാരണം മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമാണ് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ശിക്ഷ അല്ലെങ്കിൽ ദൈവിക ഭരണകൂടം വിധിച്ച ശിക്ഷയുള്ളത്. ശരിക്കും മനസ്സിലാക്കുക, മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമല്ല, ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും മനുഷ്യന്റെ പ്രാണൻ കൊടുക്കുന്ന കമാൻഡ്സ് ആണ് മനുഷ്യ ശരീരം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ശോധന ചെയ്ത് അറിയാൻ സാധിക്കും. വൃക്ഷഫലം കാണുവാൻ നല്ലതും തിന്മാൻ നല്ലതും ജ്ഞാനം കായ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. അത് എവിടെ നടന്നത്? കണ്ണിൽ കൂടെ കണ്ട് കണ്ണിനെ ഉപയോഗിക്കുന്ന മനസ്സാണ് അത് കാണുന്നത്. ആ ഇന്റലക്റ്റാണ് നല്ലതെന്ന് കാണുന്നത്, ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. പ്രാണനിലാണ് സിൻ ആരംഭിച്ചത്. ആ പ്രാണിന്റെ കമാൻഡാണ് വൃക്ഷഫലം പറിക്കുവാനും തിന്നുവാനും സ്ത്രീയെ ഉപയോഗിച്ചത്. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവർ പാപം ചെയ്ത സമയത്ത് ഈ ഭൂമിയിൽ സകല മനുഷ്യരും, മുസ്ലിം സ്നേഹിതന്മാരായിക്കോട്ടെ, ഹിന്ദു സ്നേഹിതന്മാരായിട്ട് സകല മനുഷ്യരും തന്നെ, എനിക്കൊരു റിലീജിയൻ ഇല്ല, എനിക്ക് ഭൂമിയിൽ കാണുന്ന ഒരു ഡിനോമിനേഷൻ ഇല്ല. ഞാൻ സുവിശേഷമാണ് പറയുന്നത്, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിതാവായ ദൈവം തന്നെ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി അവതരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു പേരല്ല, ഒരു ഓഫീസാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ദൈവത്തിന് എങ്ങനെ പുത്രൻ ഉണ്ടാകുന്നത്? ദൈവപുത്രൻ എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ റിലേഷൻ അല്ല, ഇറ്റ് ഈസ് എൻ ഓഫീസ്. സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഓഫീസാണ്. യേശു എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഓഫീസാണ്. വീരനാം ദൈവം എന്ന് പറയുന്ന ഒരു ഓഫീസാണ്, പേരല്ല. അവരുടെ പേരെന്തെന്ന് മോശ ചോദിക്കുമ്പോൾ, ഇവൻ മുസ്ലിം സ്നേഹിതന്മാർ തമ്മിലും അവർ സമ്മതിക്കുന്ന അവരുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. മോശയ്ക്ക് മുൾപ്പടപ്പ് കത്തുന്നിടത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ടത്. അവിടെ വെച്ച് മോശ പേര് ചോദിക്കുമ്പോൾ, ബൈബിളിലാണെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയ പേരാണ് യാഗ്വേ. എന്നാൽ തുടർന്ന് ട്രാൻസ്ലേഷൻസ് 10 കൽപ്പന കൊടുക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ യാഗ്വേ എന്നുള്ള സ്ഥലത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ LORD എന്നിരിക്കും, ലോർഡ് എന്നാക്കി. അത് വലിയൊരു മിസ്റ്റേക്കാണ്. ആ ദൈവഭയത്തിൽ നാമം വൃഥാവെടുക്കാതിരിക്കത്തക്കവണ്ണം ലോർഡ് എന്നാക്കി. അതിൻ്റെ അർത്ഥമാണ് ഐ ആം. കയ്യാഫിന്റെ മുമ്പിൽ താൻ ശിക്ഷ വിധിക്കപ്പെടുന്ന സമയത്ത് മഹാപുരോഹിതന കയ്യാഫിന്റെ മുമ്പിൽ നീ അത്യുന്നത ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയെന്ന് ആണയിട്ട് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നതാണ് ഐ ആം. അതിന്റെ അർത്ഥം എന്താ? യാഗ്വേ. മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ഇസ്ലാം സ്നേഹിതന്മാർ പോലും സമ്മതിക്കുന്നുണ്ട്. അവിടെ വെളിപ്പെടുത്തിയ പേരാണ് യാഗ്വേ. ആ യാഗ്വേ തന്നെയാണ് മനുഷ്യനായിട്ട് അവതരിച്ചതും അവൻ തന്നെയാണ് കയ്യാഫിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഐ ആം. ഈ സമയത്ത് എന്തിനാണ് അവനെ വെളിപ്പെടുത്തിയത്?
എന്തിനാണ് നമ്മൾ വന്നത്? ഈ മാനവ തലമുറയുടെ ശരീരത്തിലും പ്രാണിലും ആത്മാവിനുമുള്ള ശിക്ഷയെ ദൈവമല്ല ശിക്ഷ വിധിച്ചത്, ദൈവിക ഭരണകൂടം, ദ ലോ ഓഫ് ഗാഡ്, ദ ഡിവൈൻ ജസ്റ്റിസ്. എന്നെ കേൾക്കുന്ന ഏതൊരു മനുഷ്യനായാലും, ഏത് റിലീജിയനുള്ളവനും, ഞാനൊരു റിലീജിയൻ്റെ ഡോക്ടറിനല്ല പറയുന്നത്. എന്തുകൊണ്ട് ഈ സമയത്ത് പറയുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പിന്നീട് പറയാം. ഞാനൊരു റിലീജിയൻ്റെ ഡോക്ടറിനല്ല പറയുന്നത്, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഡോക്ടറിനാണ് പറയുന്നത്. അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക പുസ്തകമാണ് ബൈബിൾ, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ആ പാപത്തിന് പരിഹാരം വരുത്താത്തോളം, പ്രായശ്ചിത്തം നടത്താത്തോളം ദൈവത്തിന് മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ സാധ്യമല്ല. ക്ഷമിച്ചാൽ പിന്നെ ദൈവമല്ല അവൻ. അങ്ങനെ ഏതെങ്കിലും ദൈവം ക്ലെയിം ചെയ്താൽ ഒരു മോറൽ ഏജന്റ് ആയിരിക്കുന്ന മനുഷ്യന് ആ ദൈവത്തെ ശിക്ഷ വിധിക്കാൻ അധികാരമുണ്ട്. അയ്യോ, ഇത് കഠിനവാക്കെന്ന് പറയും. ഇവനാര് ദൈവത്തെ ശിക്ഷ വിധിക്കുവാൻ? നീ ഒരു മോറൽ ഏജന്റ് ആണ്. ആ മോറൽ ഏജന്റ് ആയിരിക്കും നിന്റെ പാപനിമിത്തം നിനക്ക് ഡിവൈൻ ഗവൺമെന്റ് ശിക്ഷ വിധിച്ചുവെങ്കിൽ ദൈവം ഒരു മോറൽ ഏജന്റ് ആണ്. അവൻ പ്രായശ്ചിത്തം കൂടാതെ തന്റെ രാജ്യത്തിന് തന്റെ വായിന്ന് പുറപ്പെട്ടതായിട്ടുള്ള നിയമത്തിന് ഭേദഗതി വരുത്തിയാൽ, അവൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ നിയമത്തെ ഇളവ് ചെയ്യുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യില്ലെന്നാണ്. വരുത്തിയാൽ പിന്നെ അവൻ ദൈവമല്ല. അപ്പോൾ ഞാൻ മുസ്ലിം സ്നേഹിതന്മാരോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഇഫ് എനി ഗാഡ് forgive the sin of humanity without an atonement, can he become a god? അവന് ദൈവമായിരിക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നിലനിൽക്കുകയില്ല. ദൈവത്തിനൊരു രാജ്യമുണ്ട്. ഏത് മതവിഭാഗങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്, തങ്ങളുടെ സമുദായത്തിലുള്ള ജനത്തെ പഠിപ്പിക്കുന്നത് ഈ ശരീരത്തിലെ ജീവിതത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നാണ്. അപ്പോൾ ആ അബ്ബാസിൻസിന്റെ കിങ്ഡത്തെ ഡെവലപ്പ് ചെയ്യാൻ ഒരു റിലീജിയൻ ഉണ്ടാക്കി, ഒരു പ്രവാചകനുണ്ടാക്കി, ഒരു പുസ്തകമുണ്ടാക്കി. ഈ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നൊക്കെയാണ് ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് തോറയും താൽബടിയിൽ നിന്നെടുത്തു, മോശയുടെ കാര്യങ്ങളെടുത്തു, അബ്രാമിന്റെ കാര്യങ്ങളെടുത്തു, ഇസ്മായിലിന്റെ കാര്യങ്ങളെടുത്തു, കുറച്ച് പുതിയ നിയമത്തിന്റെ പല ഗീതങ്ങളുടെയും ഭാഗങ്ങളെടുത്തു. ഇതൊക്കെയും വ്യക്തമായ തെളിവുകൾ അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുസ്തകങ്ങളുണ്ട്, അതിന്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതോടെ അവർ വായടഞ്ഞു. ദൈവത്തിന് ഒരു പ്രായശ്ചിത്തം കൂടാതെ പാപം ക്ഷമിക്കുവാൻ സാധ്യമല്ല. മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് അപ്സരസുകളെ കിട്ടുമെന്ന് പറഞ്ഞ് വ്യാജ മോഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കൊന്നൊടുക്കുന്ന ദൈവത്തിന്റെ കിങ്ഡം അല്ല. അപ്പോൾ ഈ റിലീജിയൻ അല്ലെങ്കിൽ ഒരു നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് റിലീജിയന്റെ ബേസിസിൽ ജനത്തെ വലച്ചു കളഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ മാത്രമല്ല, ഇസ്രായേൽ അവിടെ കിടക്കുന്നതിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അവിടെ അവരെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട്, ഇന്നും മറ്റ് പോപ്പുലേഷൻ കൂടുതലുള്ളത് ക്രിസ്ത്യൻഡമാണ്, ഈസി ആയിട്ട് മുട്ടുമടക്കും. ഈ റോങ് ഐഡിയോളജിയോട്, ഇസ്ലാമിന്റെ റോങ് ഐഡിയോളജി ഇന്ന് എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ ഇസ്രായേൽ മാത്രമുള്ളൂ. അവർ ലോകത്തിന് വേണ്ടി, ഈ ശബ്ദം കേൾക്കുന്ന നിനക്കും നിന്റെ സ്വന്തം തലമുറകൾക്കും വരുവാനുള്ള തലമുറകൾക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ വെച്ചുകൊണ്ടാണ് ഈ വ്യാജ ഐഡിയോളജിയോട് പോരാടുന്നത്. അവർ ഇറാൻ എന്ന രാജ്യത്തോടല്ല പോരാടുന്നത്. ഇറാനിലെ കൂടുതൽ ജനങ്ങളും മുസ്ലിംസ് അല്ല, പാർസികളാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഈ കൺട്രികളാണ്, ഈ രാജ്യങ്ങളാണ് അറബ്സ് എന്ന് പറയുന്നത്. ഇറാൻ അറബ് കൺട്രിയിൽ പെട്ടതല്ല. ഇറാൻ ഒറിജിനലി പാർസികളാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി വായിച്ചറിയാൻ സാധിക്കും, പാർസികളാണ്. ഈ അറബ്സ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഭാഗങ്ങളാണ്, ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഭാഗങ്ങളാണ്. അവരാണല്ലോ 1945 ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇസ്രായേലുമായിട്ട് യുദ്ധം തുടങ്ങിയത്. അന്ന് തുടങ്ങിയതാണിത്. ഇനി ഇതിന്റെ പുറകിൽ രാജ്യം സ്ഥാപിക്കലൊന്നല്ല റിലീജിയൻ. ഞാൻ റിലീജിയന്റെ ഫാൾസ് അല്ലെങ്കിൽ റോങ് ഐഡിയോളജിയെ കുറിച്ച് പറയുന്നത്. ഞാൻ ഏതൊരു റിലീജിയൻ ആയാലും, ഈവൻ ക്രിസ്ത്യൻഡത്തിൽ പോലും, പെന്റിക്കോസ്റ്റിൽ പോലും ഒരു അറ്റോൺമെന്റ് കൂടാതെ പാപക്ഷമിക്കുന്ന ദൈവത്തെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അല്ലാതെ പാപക്ഷമ കിട്ടുമെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ സേറ്റാന്റെ ശുശ്രൂഷകനാണ്. ഇത് റിലീജിയസ് കാര്യങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് ജിയോ പൊളിറ്റിക്സ്. ഇനി അടുത്തൊരു കാര്യം ചിന്തിക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. സോറി, ഇവിടെ ഇപ്പോൾ
ഈ ഫെബ്രുവരി 28-ാം തീയതിയാണല്ലോ യുദ്ധം തുടങ്ങിയത്. 27-ാം തീയതി തുടങ്ങി മാർച്ച് 31-ാം തീയതി വരെയുള്ള 3 വിധത്തിലുള്ള ഓയിലുകൾ, ക്രൂഡ് ഓയിലുകളുടെ ഒരു പ്രൈസിനെ കുറിച്ചുള്ള ഗ്രാഫ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രാഫ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. $72 കിടന്നിരുന്ന ബ്ലെൻഡ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാളുകളിൽ പോയിട്ട് 120-ഓളം എത്തിയിരുന്നു. 102, 103-ഓളം എത്തി, 109 വരെ എത്തിയിട്ട് ട്രംപ് ഓരോ കമന്റ് ഇറക്കും, അപ്പോൾ താഴോട്ട് വരും. ഇറാൻ വാദിച്ചെന്നറിയാമോ? $200 ആക്കുന്നതിന്റെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? $200 ആക്കി കഴിഞ്ഞാൽ ഈ വേൾഡിൽ കാണുന്ന എല്ലാ കൺട്രികളും തന്നെ സമ്മർദ്ദത്തിലാകുകയും ഇറാനിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കളയിൽ എത്തും, കുക്കിംഗ് ഗ്യാസിന്റെ വില കൂടിയിട്ട്. അപ്പൊ ലോക രാജ്യങ്ങളെല്ലാം സമ്മർദ്ദത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഓയിൽ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ $200 എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ ടോളും കൂടെ, ഒരു ഷിപ്പ് കടന്നു പോകുന്നതിന് $2 മില്യൺ കൊടുത്ത് ടോളും കൂടെ പിരിക്കാൻ തുടങ്ങിയാൽ, ഇവിടെ ഗുത്തികളെ വെച്ചുകൊണ്ട് ബാബൽ ബന്ധപ്പും കൂടെ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ലോക രാജ്യങ്ങളെ മുഴുവൻ തങ്ങളെ കാൽ കീഴെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ഓയിൽ പ്രൈസ് കൂടിപ്പോകാതിരിക്കത്തക്കവിടം ഇടയ്ക്കിടയ്ക്കിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോരോ കമന്റ് ഇറക്കും. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അതിന്റെ ഫ്ലക്ച്വേഷൻസ് ആണ് നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്നത്. അങ്ങനെ ഓയിൽ പ്രൈസ് കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലെല്ലാം പോയിട്ട് ഈ ഓയിൽ പ്രൈസ് ആണ് വേൾഡിനെ ഇപ്പൊ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യ കാരണം, ഒരു മുഖ്യ മീഡിയ അല്ലെങ്കിൽ മുഖ്യ സോഴ്സ് എന്ന് പറയുന്നത്. കാരണം ദൈനംദിന ജീവിതത്തിൽ വാഹനങ്ങൾ ഓടണമെങ്കിൽ, ഫ്ലൈറ്റുകൾ ഓടണമെങ്കിൽ മിക്കവാറും രാജ്യങ്ങളിൽ ചില ഫ്ലൈറ്റുകളൊക്കെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഏതൊരു ആവശ്യത്തിനും മേജർ സോഴ്സ് ആയിരിക്കുന്ന എനർജിയുടെ മേജർ സോഴ്സ് ആണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ഫോസിൽസ്, അല്ലെങ്കിൽ ഇത് പണ്ട് ലൂസിഫറിന്റെ കാലത്തുണ്ടായിരുന്ന ശിക്ഷയുടെയും നോഹയുടെ കാലത്തുണ്ടായിരുന്ന ശിക്ഷയുടെയും ജൈവാവശിഷ്ടങ്ങളാണ് ഈ ഫോസിൽസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ കിട്ടുന്നത്. അപ്പൊ ഇതൊരു മേജർ സോഴ്സ് ആണ്. ഇത്ര ചെറിയൊരു യുദ്ധമുണ്ടായപ്പോൾ ഉണ്ടായ ഫ്ലക്ച്വേഷൻ ഞാൻ കാണിച്ചു തരികയാണ് ഇവിടെ. അപ്പോൾ റഷ്യക്ക് നല്ല കണ്ണുണ്ട് ഇവിടെ. ഈ ഫീൽഡിൽ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് US ആയിരുന്നു. ഇവിടെയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇറാൻ ഈ ഭാഗങ്ങളൊക്കെ ആക്രമിച്ചത്? അമേരിക്കയുടെ ബേസുകളോടെ കിടക്കുന്നുണ്ട്. 1961 ഈ ഭാഗങ്ങളിൽ ആദ്യമായിട്ട് ഓയിൽ കണ്ടുപിടിക്കുമ്പോൾ, അമേരിക്കൻ എഞ്ചിനീയേഴ്സ് വന്ന് ഓയിൽ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയൊക്കെ അന്ന് മുത്തുകൾ പറക്കുകയും ഉണക്കമീൻ നമ്മുടെ ഇവിടെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഉണക്കമീൻ വിറ്റുകൊണ്ടിരുന്നവരായിരുന്നു, മുത്തുകൾ വിറ്റുകൊണ്ടവരായിരുന്നു കുവൈറ്റുകൾ. കുവൈറ്റിന്റെ ക്രൗൺ പ്രിൻസിന്റെ ഒരു ഭാര്യ ഇവിടുത്തെ ആന്ധ്രക്കാരി ഹൈദരാബാദിക്കാരി സ്ത്രീയാണ്. അതിന് വാണിജ്യ വിനിമയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്ക തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു 18%, അവരുടെ പ്രൊഡക്ഷൻ്റെ 18% വാങ്ങുമായിരുന്നു. കാരണം ആ ഏരിയകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തക്ക വേണം, മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ടെക്നോളജി ഇല്ല. ടെക്നോളജി ഓയിൽ കുഴിച്ചെടുക്കണം, അതിനെ റിഫൈൻ ചെയ്യണം, പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി ഒപെക് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. 11 രാജ്യങ്ങൾ ആദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരായിട്ട് റഷ്യ വേറെ ഒരെണ്ണം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്രയും കാര്യം, ഞാൻ ജിയോ പൊളിറ്റിക്സ് പറഞ്ഞത് ഈ ഏരിയയിലെ റിച്ചസ്നെസ് അത് കൈവശമാക്കാനുള്ള റഷ്യയുടെ താല്പര്യം. ഇപ്പം ഇറാന് വന്നിരിക്കുന്ന നഷ്ടം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ടോപ്പ് ലീഡേഴ്സ് തുടങ്ങി അവരുടെ എനർജി സോഴ്സുകളൊക്കെ തന്നെ ഓൾമോസ്റ്റ് നശിച്ചിരിക്കുക. ഇത് റിക്കവറി ചെയ്യണമെങ്കിൽ നല്ല വർഷങ്ങളെടുക്കും. ഇനി ശ്രദ്ധിക്കുക ദൈവമക്കള്, അനേക 10, 40, 50 വർഷങ്ങളെടുക്കും ഇതൊന്ന് റീകൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ ഇതിന് സഹായിക്കുന്നത് റഷ്യ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ഇസ്രായേലിലൊക്കെ ഇൻ്റലിജൻസിന് അറിയാം. പക്ഷേ യുദ്ധം ഇനി അങ്ങോട്ട് സ്പ്രെഡായി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി അമേരിക്കയുടെ സ്റ്റാൻഡ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഇപ്പോൾ തന്നെ ഇന്ന് 2026 ഏപ്രിൽ 11-ാം തീയതി പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാൻ്റെ ആൾക്കാരും US-ൻ്റെ ആൾക്കാരും തമ്മിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടക്കുകയാണ്. ഇതിൻ്റെ പുറകിലെല്ലാം നടക്കുന്നത് കള്ളപ്രചരണങ്ങളാണ്. കള്ളപ്രചരണം നടന്നുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് 3 വർഷം കൂടെ
ഭരണമുണ്ട്. ഈ 3 വർഷം കൂടെ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്ന ടെക്നിക്കുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എല്ലാ നെഗോഷിയേഷൻസും, ഗാസയുമായിട്ടുണ്ടായിരുന്ന വാറിൽ നെഗോഷിയേഷൻസും, ഇറാന് മുമ്പ് ഖത്തർ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന നെഗോഷിയേഷൻസും, അത് ഖത്തർ പൊഴിഞ്ഞു മാറി അപ്പോഴാണ് പാകിസ്ഥാൻ കയറി പിടിച്ചിരിക്കുന്നത്. ഈ നെഗോഷിയേഷൻസും ഒക്കെയും തന്നെ ഏത് രീതിയിലാണ് പോകുന്നത് നോക്കിയാൽ ഇറാൻ്റെ ഒരേ ഒരു ഫോക്കസാണ് ട്രംപിൻ്റെ ഭരണം മാറുന്നത് വരേക്കും ഇതിനെ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്. ട്രംപിൻ്റെ ഭരണം മാറി അടുത്തു വരുന്ന ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ തീർച്ചയായും ഇറാന് സപ്പോർട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 വർഷത്തിന് ശേഷം അഥവാ ഡെമോക്രാറ്റ്സ് യൂസ് ഭരിച്ചാൽ, ഞാൻ പേടിപ്പിക്കാൻ പറയല്ല, സ്ഥിതിഗതി ഇങ്ങനെ ആയിരിക്കുകയില്ല. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും ജിയോ പൊളിറ്റിക്കൽ ഒരു മൂവ്മെൻറ്റും എക്കണോമിക്കൽ മൂവ്മെൻറ്റിൻ്റെ ആ സീരിയസ്നെസ് ഞാൻ ആ മാപ്പിൽ കൂടെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കാണിക്കാൻ വേണ്ടി തന്നതാണ്. കുറച്ചുകൂടി അഥവാ ഇസ്രായേലും US കൂടെ പ്ലാൻ ചെയ്തനുസരിച്ചുകൊണ്ട് ഇറാൻ്റെ ഓയിൽ സോഴ്സുകളെ മുഴുവൻ മേജർ സോഴ്സുകളൊക്കെ ആക്രമിച്ചിരുന്നുവെങ്കിൽ, അഥവാ ഇപ്പോഴത്തെ നെഗോസിയേഷനിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ, ഫ്രീ പാസ് കൊടുത്തില്ലെങ്കിൽ, ഈ പറയുന്ന കുക്കിംഗ് ഗ്യാസിൻ്റെ വിലയ്ക്ക് ഡബിളായി പോകും. ഇപ്പോൾ കുറച്ച് കൺട്രികൾക്കൊക്കെ അത്യാവശ്യം റിസർവോയർ ഉണ്ട്. ഇന്ത്യക്ക് ഒരു 3 മാസം പിടിച്ച് നിൽക്കാൻ റിസർവോയർ ഉണ്ട്. അമേരിക്ക ഈ സമയത്ത് പറയുന്നത് ഞങ്ങൾ ഈ 2 സ്ഥലത്തേക്ക് കൂടെ ഓയിൽ എടുക്കുന്നില്ല, ഞങ്ങളുടെ അടുത്ത് വേണ്ടത്ര ഓയിലുണ്ട്, വന്നുകൊള്ളും ബാക്കിക്കോളും. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് 11-ാം തീയതി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വലിയ വലിയ ഷിപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് ഓയിൽ മേടിക്കാൻ വേണ്ടി വരുന്നതാണ്. ഞങ്ങളുടെ ഓയിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, LPG നല്ല ക്വാളിറ്റി ഉള്ളതാണ്, വരുവിൻ വാങ്ങുകയെന്ന്. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു കോalition, അതായത് റഷ്യയുടെ കീഴിൽ ഈ രാജ്യങ്ങളൊക്കെ അണിനിരന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇറാന് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി വേറെ ആരുമില്ല, റഷ്യയാണ്. ഈവൻ ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾ എല്ലാം തന്നെ നേരെ ഓപ്പോസിറ്റായി തീർന്നു. ഇസ്രായേൽ ഇത്ര ശക്തമാണെന്നും ഇസ്രായേലിൻ്റെ ആർമി വളരെ പ്രിസൈസ്ഡ് ആണെന്നും ഇസ്രായേലിനെ ആശ്രയിച്ചാൽ സപ്പോർട്ട് കിട്ടുമെന്നും ഈ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സൗദി ചോദിക്കുന്ന ചോദ്യം, നീ കൊള്ളയിടുവാനല്ലേ വന്നതെന്ന്. ഇതാ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ റഷ്യ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കണം എന്നുള്ളതിന് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. റിലീജിയസ് മൂവ്മെൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണും. അത് ഞാൻ പറഞ്ഞത്, മനുഷ്യരായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ സൃഷ്ടിതാവും യേശു അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, മാനവജാതിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏവരുടെയും തന്നെ സൃഷ്ടിതാവാണ്. അവൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിപരമായ പാപം മാറ്റുവാൻ. ആ പാപമാണ് നിങ്ങളിൽ വസിച്ചുകൊണ്ട് പാപപ്രവൃത്തികൾ ചെയ്യുന്നത്. ആ ഒറിജിനൽ സിൻ നിങ്ങളിൽ നിന്ന് മാറ്റാൻ വേറൊരു മാർഗമില്ല. മാനവജാതി മുഴുവൻ അന്വേഷിച്ച് പല രീതിയിലും അന്വേഷിച്ചിട്ട് അവിടെ ബുദ്ധിമണ്ഡലത്തിലോ ദുഷ്ടാത്മാവ് പ്രവർത്തിച്ചോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ ഏതെങ്കിലും വിധത്തിലൊക്കെയും തന്നെ പല പ്രവാചകന്മാരായിട്ട് പല പ്രവാചികൾ, പല മനുഷ്യ ദൈവങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള മനുഷ്യ ദേവതകളും ദേവന്മാരൊക്കെയും ഇതൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് വീണുപോയ ദൂതന്മാരുടെ മാനിഫെസ്റ്റേഷൻസാണ്. ലൂസിഫറിനോട് കൂടെ വീണുപോയ ദൂതന്മാരുടെ മാനിഫെസ്റ്റേഷൻസ്. ഇതിനൊക്കെ മറികടന്ന് ഈ ശരീരത്തിൽ ഇരിക്കുവോളം നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ. ഈ ശരീരം വിട്ടതിന് ശേഷം ഒരു പ്രവൃത്തികൾ കൊണ്ടും, ഏതൊരു റിലീജിയനിലെ ഒരു പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ആരാണ് നിങ്ങളുടെ രക്ഷകൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിലും ദൈവത്തോട് സ്നേഹത്തിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത വില എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ രക്ഷിതാവ് എങ്ങനെയാണ് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മറയ്ക്കപ്പെടുന്നത്, ആ പാപത്തിൻ്റെ ശിക്ഷ നിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മാറിപ്പോകുന്നത് മനസ്സിലാക്കി അത് അക്നോളജ് ചെയ്യാനൊരു അവസരമുണ്ട്. ഈ ശരീരം വിട്ട ഒരു വഴിയുമില്ല. ആ പ്രായശ്ചിത്തത്തെ അംഗീകരിക്കാത്ത ഏതൊരു വ്യക്തിയുടെ മേലും നാച്ചുറലായിട്ട് ദൈവം എത്ര കരിവുള്ളവനായാലും ദൈവത്തിൻ്റെ ക്രോധമേ വസിക്കുന്നുള്ളൂ. ദൈവത്തിന് ക്ഷമിക്കുവാൻ സാധ്യമല്ല. ആരും അങ്ങനെ ഒരു മിഥ്യാധാരൻ, പെന്തിക്കോസ്തുകാർ പോലും ഒരു മിഥ്യാധാരന് മുന്നേറേണ്ട. ദൈവം പാപം ക്ഷമിക്കുകയല്ല, ക്രിസ്തുവിൽ പാപത്തെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇനി കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്,
എപ്പോൾ ഇത് സംഭവിക്കും? ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ലക്ഷണങ്ങൾ, യേശുക്രിസ്തു പറഞ്ഞ അടയാളങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, ക്ഷാമങ്ങളും ഭൂകമ്പം, വിശ്വാസം കണ്ടെത്തുമോ, വിശ്വാസത്യാഗം, ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രവൃത്തികൾ, ഡിസപ്ഷനുകൾ, ഇതെല്ലാം വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം ഡിസപ്ഷൻ നടക്കുന്നുണ്ടെന്ന്. ഈ യുദ്ധവാർത്തകളിൽ തന്നെ എന്തുമാത്രം ഡിസപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇറാൻ ഉപയോഗിക്കുന്ന ഡിസപ്ഷൻ്റെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലക്റ്റ് വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഡിസപ്ഷൻ്റെ വലിയ വലിയ ശൃംഖല തന്നെയുണ്ട്. പെയ്ഡ് ആൾക്കാർ തന്നെയാണ്, പെയ്ഡ് ജേർണലിസ്റ്റുകളുണ്ട്, പ്രമുഖന്മാരെ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആൾ ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. ഇതിൽ വലഞ്ഞു പോകാതിരിക്കാണ്, വലഞ്ഞു പോയി നിങ്ങളുടെ പ്രാണനാത്മം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞങ്ങളെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്താലും ദൈവസ്നേഹത്തെ നിങ്ങളോട് നിറയ്ക്കുന്നത്. ഇതിനെതിരായിട്ട് ചീത്തയും തെറിയാണ് കേൾക്കുക, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥന, കർത്താവെ ഇവർ അറിയില്ല അതുകൊണ്ടാണല്ലോ ചീത്ത വിളിക്കുന്നത്. നീ അവർക്ക് വേണ്ടി ചെയ്ത സ്നേഹം നീ അവരുടെ ഹൃദയത്തൊന്ന് വെളിപ്പെടുത്തിയാൽ അവർ നിന്നെ സ്നേഹിക്കുകയല്ലയോ? വ്യർത്ഥമായിട്ട് അവർ ജീവൻ കൊടുക്കാൻ, വ്യാജോപദേശങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ സ്നേഹത്തെ അവരൊന്ന് മനസ്സിലാക്കിയാൽ എത്രമാത്രം നിന്നെ അവർ സ്നേഹിക്കും. ഇതാ ഞങ്ങളുടെയൊക്കെ സ്നേഹം, ഞങ്ങളുടെ പ്രത്യാശ. ആ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്, ഒരു റിലീജിയനിലേക്കല്ല. എനിക്കൊരു റിലീജിയൻ ഇല്ല. ഭൂമിയിൽ ഇന്ന് കാണുന്ന ഒരു ഫിസിക്കൽ റിലീജിയനും യേശു ക്രിസ്തുവിൻ്റെതല്ല. ഒരു സഭയും, പെന്തിക്കോസ്റ്റ് അടക്കം, നോ, ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ലോകപരമായ ഒരു മതം സ്ഥാപിക്കുവാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞ എന്താ? എൻ്റെ രാജ്യം ഐഹികമല്ല, ടാഞ്ചബിൾ അല്ല, തൊടാവുന്നതല്ല. അങ്ങനെ ഒന്നിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം തന്നെ വെളിപ്പെടുത്തി തരും. എൻ്റെ പ്രാണനും ആത്മാവ് രക്ഷ പ്രാപിക്കും. ദൈവം എന്താ ഒരു വഴി? നിനക്ക് അറിയുന്ന വിധത്തിൽ ചോദിക്കാം. ദൈവം സ്നേഹം തന്നെ. ദൈവമേ കർത്താവ് നിങ്ങൾ